കുണ്ടും കുഴിയുമായി കേരളത്തിലെ റോഡുകൾ. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് പരമ്പര ഇന്നാവാ കുഴിയടയ്ക്കാം. വൈറ്റില ആലപ്പുഴ റൂട്ടിലൂടെയുള്ള നരകതുല്യ യാത്രയെക്കുറിച്ച് ഇന്നലെ കേരള വിഷൻ വിശദമായി തന്നെ വാർത്ത നൽകിയിരുന്നു. എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തെ തുടർന്നുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ഈ ദുരിതത്തിന് കാരണമായിട്ടുള്ളത്. ദേശീയപാതയിൽ ഏറ്റവും തിരക്കുള്ള ഈ ഭാഗത്ത് അല്പം ദൂരം പിന്നിടണമെങ്കിൽ മണിക്കൂറുകൾ വേണമെന്നുള്ള ദുരിതാവസ്ഥയിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. ഈ വാർത്തയുടെ തുടർ ചലനങ്ങളുണ്ട്. എബി ജോൺ തോമസ് ആ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. എബി, ഇന്നലെ വളരെ വിശദമായി തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. തുടർന്ന് കളക്ടർ അവിടെ സന്ദർശനം നടത്തി, ജനങ്ങളുടെ യോഗം അവിടെ ചേർന്നിരുന്നു. അവിടെ ഒരു ബദൽ ക്രമീകരണം ഒരുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? ലിബീഷ്, എന്തായാലും ഇന്നലെ കളക്ടർ വന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ദുരിതത്തിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എപ്പോൾ നടക്കുമെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്കൊരു ആശങ്കയുള്ളത്. കാരണം മഴ മാറിയതിനു ശേഷം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് കളക്ടറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിപ്പോൾ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ദുരിതയാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിത് നേരിട്ട് കണ്ട് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന തൊട്ട് മുമ്പിലുള്ളത് ഇതൊരു വലിയ കുഴിയാണ്. ഏതാണ്ട് ആ ചേട്ടനത് നിന്നവിടെ കാണിക്കും. അതുപോലെ അത്രയും വലിയൊരു കുഴി ഉണ്ട്. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള കുഴികൾ ഇവിടെ ഈ റോഡ് മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലുള്ള ഇപ്പോൾ ഈ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രമാത്രം വലിയൊരു കുഴിയാണെന്നതിനെ കുറിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്കോ കാർ യാത്രക്കാർക്കോ അല്ലെങ്കിൽ വലിയ ലോറി പോലുള്ള വാഹനങ്ങൾക്കോ ഒന്നും തന്നെ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ദുരിതാവസ്ഥ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളിലേക്കോ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴും ഒന്നിലേക്കും തന്നെ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ദുരിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കളക്ടർക്ക് ഇവിടെ നേരിട്ട് വരേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കളക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇവിടെ ചന്ദ്രൂരിൽ അവിടെ വന്ന് യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടത്താം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഗതാഗതം ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഒപ്പം മറ്റ് ബദൽ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നിലയിൽ ഈ ഒരു ചെറിയ റോഡിലൂടെ ഗതാഗതം ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള മുൻകരുതലുകളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള നടപടികളും ഇല്ലാതെ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കടന്നു തന്നെയാണ് ഇതിന്റെ ഏറ്റവും ദുരിതത്തിന് കാരണമായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരിതം എല്ലാ ദിവസവും അനുഭവിക്കുന്ന മനുഷ്യരാണ് നമുക്കിവിടെ ഒപ്പമുള്ളവർ. ഇവർ തന്നെ ഇതിന്റെ ഈ ദുരിതത്തിന്റെ ഒരു അവസ്ഥ നമ്മളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർ എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവരുടെ വാക്കുകളിൽ അത് കേൾക്കുമ്പോഴായിരിക്കും കൂടുതൽ അതിന്റെ അർത്ഥം മനസ്സിലാകുക എന്നാണ് നമുക്ക് മനസ്സിലാകുക. എങ്ങനെയാണ്, എത്ര നാളായി തുടങ്ങി? കഴിഞ്ഞ 4 മാസങ്ങളായിട്ടുള്ള ഇവിടുത്തെ അനുഭവം. തുറവൂർ തൊട്ടേണ്ട അരൂർ വരെ 14 ആളുകളുടെ ജീവനാണ് കവർന്നേക്കുന്നത്. 100 കണക്കിന് സ്കൂട്ടറുകാർ മറിഞ്ഞു വീഴുകയും കയ്യും കാലും പൊടിയുകയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ഈ കട നടത്താന്നുകൊണ്ട് 15 വർഷമായി ഇതേമാതിരി ത്യാഗം ഉണ്ടായിട്ടില്ല. 10 രൂപക്കൊരു സാധനം ഒരാൾ വാങ്ങാൻ വരുന്നില്ല. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റണില്ല, ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു വണ്ടി അവിടെ കാണയിൽ പോയി, കഴിഞ്ഞ ദിവസം പോയതാ. അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇവിടെ ഈ മൊത്തം വെള്ളക്കെട്ടാണ്. ഇവർ ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണ ഉയർത്തുക, എന്നിട്ട് അത് സ്ലാബിട്ട് മൂടിയിട്ട് റോഡ് ഉയർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതിലെല്ലാം പരിഹാരം, എന്നിട്ട് കോൺക്രീറ്റ് ചെയ്ത് കളയുക. ഇതിനൊക്കെ ഫണ്ട് വേറെ അനുവദിച്ചിട്ടുണ്ടെന്നാ പറയണം. പിന്നെ ഇവർ ഇത് ഇതിപ്പോ തന്നെ ഉദാഹരണം ഇവിടെ നിന്ന് അത്ര അവർ പൊക്കി നിർത്തിയേക്കണം കണ്ടോ. പൊക്കി എടുത്തുന്ന വൈകുന്നേര സമയത്ത് വന്നിട്ട് ഇവന്മാർ ചെയ്തൊരു പരിപാടിയാണ്. ഈ സംഗതി അവിടം വരെ വെള്ളക്കെട്ടാണ്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നാളെ കൊണ്ടുവന്ന്, ഉറപ്പായിട്ട് നാളെ കൊണ്ടുവന്ന് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് 6 ദിവസമായി ഇതുവരെയായിട്ട് അമ്മ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. ഈ ചെളി കോരി ഇവിടെ ഇടുവെന്നല്ലാണ്ട് ഒരു സംഭവം ചെയ്ത് കണ്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് നോക്കി, അതൊക്കെ ഡ്രൈനേജ് ആണ് കാണുന്നത്. ആരെങ്കിലും പറഞ്ഞ് ചോദിച്ചിരിക്കുമോ? എന്നിട്ട് ഇടയ്ക്ക് നമ്മളിവിടെ നിൽക്കും, വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴത്തെ നമ്മൾ തന്നെ തടഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് വരല്ലേ അവിടെ കാണേണെന്ന് പറഞ്ഞ് എത്ര ബസ്സൊക്കെയാണ് നമ്മൾ വഴിതറിഞ്ഞ് വിട്ടേക്കണമെന്നറിയോ? ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഇതിനൊരു മുന്നൊരുക്കം നടത്തിയില്ല ഇവര്. അതാണ് സംഭവിച്ചത്. ഇത് ഈ സംഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പൊ നമ്മൾ മെട്രോ ചെയ്തില്ലേ, അവർ ചെയ്തത് എന്താണ്, ആദ്യം റോഡെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടാണ് അവർ പണി തുടങ്ങിയത്.
അത് കാരണം അവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാ പണി ഈ ബാരിക്കേഡുകാരം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് കൂടുതൽ സംഭവിച്ചത്. ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണ ശരിക്കും ഉയർത്തുക, കാണാൻ നന്നായിട്ട് ഉയർത്തിട്ട് അതിന്റെ മേളിൽ മൊത്തം സ്ലാബ് ഇടുക. സ്ലാബ് ഇട്ടിട്ട് ആ ഹൈറ്റിന് കോൺക്രീറ്റ് ചെയ്ത് റോഡ് പൊക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിനും യാത്രാ ദുരിതത്തിനും പരിഹാരം ഉണ്ടാവില്ല. അല്ലാണ്ട് വേറെ എന്ത് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് ഇട്ടതാണ്, ഒരു 3-4 ദിവസമുള്ള ആ സാധനം കൊണ്ടുവന്നിട്ട് ഇപ്പോഴും അത് കുഴിയായി. ഇതുപോലെ തന്നെയാണ് ഇനി അവര് വന്നിട്ട് ഇത് മാന്തിയിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കുഴിയിലേക്ക് ഈ ചെളിയെല്ലാം വന്ന് വീണ് നാശവും. ഞാൻ കണ്ടില്ല, ഇപ്പൊ അവിടെ സ്ലാബ് ഞങ്ങൾക്ക് വീട്ടിലെ വീടാണ് അത് കാണുന്നത്. വീട്ടിലേക്ക് കയറാനായിട്ട് ഒരു നിർവാഹമില്ല. ഒരു ബൈക്കായിട്ട് ഒരു സൈക്കിളായിട്ട് കയറാൻ പോലും നിർവാഹമില്ല. ഞാൻ പറഞ്ഞ അതെങ്കിലും ഞങ്ങൾക്കൊന്ന് കയറാനായിട്ടൊന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടേ ഇവര്. ഞങ്ങള് താമസിക്കുന്നതാണ്. ഇത് കണ്ട സ്ലാവ് മൊത്തം ഒടിച്ച് കളഞ്ഞ് ഈ കാണ കോരി എന്ന് പറഞ്ഞു. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കോരി ഇട്ടേച്ചു, അവിടെ നിന്ന് ഒഴുകി ഇങ്ങോട്ട് പിന്നേമനെ 4ാമത്തെ പ്രാവശ്യമാണ് ഇവർ കാണിച്ചു കൂട്ടണേ. ഇങ്ങനെ ഇത് ഞങ്ങൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഒന്ന് അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോകണമെങ്കിൽ തന്നെ അവിടം വരെ ചന്ദ്ര പാലം വരെ പോകണം, അല്ലെങ്കിൽ സ്കൂളിന്റെ അടുത്ത് തന്നെ കാരണം. ഇത് ഇവിടെ ഒരു ഓപ്പണിംഗ് പോലും ഇവിടെ ഒരു സൗകര്യം ഒന്നും വെച്ചിട്ടില്ല ഞങ്ങൾക്ക്. ഇത്രയും വണ്ടി ഒന്ന് ഇറക്കണം. എത്ര മാസമായി ഞങ്ങളൊന്ന് വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കട്ടെ. വണ്ടി ഇറക്കാനും പറ്റണില്ല, 2 വീലർ ആണെങ്കിൽ ഇറക്കാൻ പറ്റില്ല. എപ്പോഴും ഈ കാണയിടത്തേക്ക് പോക്കാണ്. ഈ കാണ മുഴുവനും പൊട്ടിച്ചിട്ടൊക്കെ ഞങ്ങൾ എങ്ങനെ നടന്നിറങ്ങും? ഇത് ഇതിന്റെ ഇടയ്ക്ക് ഈ കുഴിയിൽ വന്ന് വീണ ആൾക്കാരെ പൊക്കാനേ ഞങ്ങൾക്ക് നേരമുള്ളൂ. ഒരു കച്ചവടക്കാർ തന്നെ ഒരു തയ്യക്കട നടത്തുന്നതാണ്. ഒരാള് പോലും ഇതിനകത്തേക്ക് വന്നെ 2-3 മാസമായി ഞങ്ങൾ കിടന്ന് അനുഭവിക്കണം. അതിന്റെ ഇടയ്ക്ക് ഈ വെള്ളം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വെള്ളം പോകാൻ ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിൽ ആക്കി കളഞ്ഞവര്. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ഈ ഗവൺമെന്റും എല്ലാവരും കൂടി പാലം പണിതോ അതിന് കുഴപ്പമില്ല. ഇതിനുള്ള ആദ്യം എന്താന്ന് വെച്ചാൽ കാണ പൊക്കിയിട്ട് റോഡ് റെഡിയാക്കുക, എന്നിട്ട് അവർ പണിതോട്ടെ. ഞങ്ങൾക്ക് അതിനൊരു കുഴപ്പവും ഇല്ല. ഇത്രയും ഇങ്ങനെ ഒരു ദുരിതമില്ല. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞ് ഞങ്ങള്. അതുപോലെ എല്ലാവരും ചാടിയണിട്ടിട്ട് ഓടി വരുവന്നേ. വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് വണ്ടി താഴെ വീണ ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾ ഓടി വരും. പിന്നെ വണ്ടി 2 വീലറൊക്കെ ഞങ്ങൾ തന്നെ പൊക്കി വിടുന്നത്. ഇത് സ്ഥിരം ഇപ്പോൾ പരിപാടിയായി പോയി നമ്മളുടെ. നമുക്ക് ഉറക്കയില്ല. ഈ എപ്പോഴാണ് അപകടം സംഭവിക്കണമെന്നും പറഞ്ഞ് ഇത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇവർ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവർ. ഒന്നാമത്തെ ഇവന്മാര് ഹിന്ദിക്കാരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വശത്തേക്ക് വരെ കാണിയല്ല. ഇനിയിപ്പോൾ വഴിതടയിലും പ്രശ്നം. ഇപ്പോൾ അരൂര് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും പിന്നെ വർക്ക് നിർത്തിവെക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവർ തീരുമാനം എടുത്തേക്കണം, വർക്ക് നിർത്തിക്കുക. എന്നിട്ട് ഇത്ര അപകടം വരുന്ന കാരണം വർക്ക് നിർത്തിവെച്ചിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് വർക്ക് തുടങ്ങാന്നുള്ള രീതിയിൽ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറൊക്കെ വന്ന് ഇവിടെ പരാതി വന്നില്ല. അവിടെ വന്നെന്ന് പറയണേ ഞങ്ങളുടെ ഈ ഭാഗത്തല്ലേ വരേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് വന്ന് ജനങ്ങളോടാ കളക്ടർ ചോദിക്കേണ്ടത്. അവിടെ വന്നേച്ച് മറ്റുള്ളവരോട് ചോദിച്ച് പോയി കുഴി കണ്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ദുരിതങ്ങൾ അറിയണമെങ്കിൽ കളക്ടർ ഇവിടെ വന്ന, മന്ത്രിമാരും ഇവിടെ വന്ന, എന്നാലും അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ചുമ്മാ അവിടെ ഇവിടെ വന്നേച്ച് കണ്ട് പറഞ്ഞ് പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിൽ? ഞങ്ങളുടെ ദുരിതം അറിയണേ ഞങ്ങളോടാ വന്ന് ചോദിക്കേണ്ടത്, അങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതുപോലെ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും അവർക്കൊരു നോട്ടവും ഇല്ല. അവർ ഈ ചേറി കൂടി അങ്ങോട്ട് അടിച്ച് മിന്നിച്ച് അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോകും. ഇത് കാണുകയാണ് കുഴിയാണെന്ന് അവർക്കറിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പിൽ എത്തണമെന്നുള്ള ധൃതിയും വെപ്രാളമാണ്. അവരോടും പറയും നിങ്ങൾ ഇതിലോട്ട് കയറ്റി എടുക്കല്ലെന്ന്. അവരൊന്നും കേൾക്കില്ല. സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ കുറേ ഇല്ല ഇതിലൂടെ പോണില്ല. ഒരു ട്യൂഷൻ സെന്റർ അപ്പുറത്തുള്ളതാണ്. ഈ കുട്ടികൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ആ കുട്ടികൾ അതിലൂടെയാണ് പോണത്. അതുങ്ങളുടെ മേത്താണെങ്കിൽ ചെളിവെള്ളവും തെറിപ്പിച്ചിട്ടാണ് വണ്ടിക്കാർ മുഴുവനും പോകുന്നത്. ഒരു പിള്ളേർ ഇതിലോട്ട് വന്നില്ല. സ്കൂളിൽ പോകണമെങ്കിൽ പിള്ളേർക്ക് എന്ത് ദുരിതമാണ്. അപ്പുറത്ത് കിടക്കണ പഴയ ഹൈവേയിലാണ് വണ്ടി മുഴുവനും പോണത്. അവിടെ ഒരു ചെറിയ സ്കൂളുണ്ട്. അവിടെ ഉള്ളവർക്ക് പോലും വഴി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ സ്പീഡ് കാരണം വണ്ടിയുടെ എല്ലാവർക്കും ധൃതിയും വെപ്രാളമാണ്. വണ്ടിക്കാർക്കാണെങ്കിൽ എന്താണെങ്കിലും ഒരു ഇത് വേണ്ട. എന്നാൽ അവിടെ നിന്ന് ബ്ലോക്ക് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കി, വണ്ടി ഇങ്ങോട്ട് വിടല്ലേ. 2 പയ്യന്മാർ വന്ന് ഇവിടെ വന്ന് ഈ കുഴിയിൽ രാവിലെ വീണ്. നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നിയാണ്, അറിയാവാ. അപ്പൊ അവരോട് പറഞ്ഞ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നിട്ട് ആ ഹിന്ദിക്കാരൻ ആ ചേച്ചി ചെയ്തോളാന്ന് പറഞ്ഞാട്ട് പോയിട്ട് ഇത് എത്ര നേരമായിട്ട് അവൻ ബ്ലോക്ക് ചെയ്തില്ല. അവിടെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഈ സാധനം കൊണ്ടൊന്ന് ഇവിടെ വെച്ചത്. ഇവർക്ക് ഒരു ഇത്ര വലിയ കുഴിയായിട്ട് ഇവിടെ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഇവർക്ക് കുഴി വരുമ്പോ ഫോട്ടോ എടുക്കും. 2 പ്രാവശ്യം ഫോട്ടോ എടുത്താൽ ഹിന്ദിക്കാരൻ അയച്ചു കൊടുത്ത്. ഇത് തന്നെ തൊള്ളി. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവര് ഡ്രൈനേജ് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും ഈ ഡ്രൈനേജിന്റെ ഉള്ളില് കടക്കുന്ന തൊട്ട് വെച്ച് വേണമല്ലോ കോരാൻ. ഇവര് അത് അങ്ങനെ അല്ലാത്ത തൊട്ട് വെച്ച് ഇങ്ങനെ വെറുതെ മേളിങ്ങനെ വടിച്ചു വെച്ചിട്ട് സ്ലാബ് വെച്ചിട്ട് പഠിച്ചു പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, അപ്പൊ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല. അപ്പൊ ലോഡ്ജിൽ ഒരാള് ഹിന്ദി അവനറിയാം, മലയാളം അറിയാം. അങ്ങ് അവനെ കൊണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഞങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ വന്നിട്ട് വേറെ ചെയ്യേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല, നിങ്ങൾ ചെയ്യണ ചൊവ്വേരെ എന്നും പറഞ്ഞ് ഞാൻ ഈ സംഗതി എടുത്തെല്ലാം പഞ്ചായത്തിന് ഞാൻ വിട്ടുകൊടുത്തു. വീഡിയോ എടുത്ത് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അമ്മമാരെ ആ തൊട്ട് വെച്ച് തന്നെ പഠിക്കാൻ ഞാൻ വണ്ടി കയറിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ പണി നടത്തിക്കലെന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ പണി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും കണ്ടില്ല ഞാൻ. അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ആ പണി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം അവന്മാർ ചെറിയ തൊട്ടി കൊണ്ടുവന്നിട്ട് ചെയ്ത്. ഈ സംഗതി ഇവന്മാർക്ക് നേരത്തെ ചെയ്യാവുന്ന വിഷയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്കായിട്ട് ഇപ്പോഴും കിടക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ആ ചെറിയ തൊട്ടി വെച്ച് അവന്മാർ ചെയ്തിട്ടുള്ളൂ. ഒരു ഉത്തരവാദിത്വം ഇവന്മാര് പറഞ്ഞാലും അനുസരിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പണി ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പോരെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് ചിന്തിച്ച് ചെയ്താൽ പോരെ. പറയാൻ നിൽക്കണ്ട, ചേച്ചി പൊക്കോന്നാ പറയണത്. അവരോടൊന്നും പറയല്ലേ. നിവന്മാർ ഫോട്ടോ എടുത്തേച്ചാൽ അവർ വെറുതെ തോണ്ടിച്ചു അങ്ങോട്ട് ഒറ്റ പോക്കാം. ഇപ്പൊ ഇവിടെ പൊങ്ങി കിടക്കല്ലേ, ഇത് അങ്ങോട്ട് പഠിച്ച് അവിടെ മൂടിയിടും, അവിടെ നിന്ന് പഠിച്ച് ഇങ്ങോട്ട് മൂടിയിടും. അന്നാ കുറച്ച് കൊണ്ടുവന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ട് റെഡിയാക്കി ഇതേല. ഇപ്പൊ ഇവിടം വരെ എന്താ പൊക്കി ഇട്ടേച്ചും പോയതാ. കഴിഞ്ഞ ഞായറാഴ്ച ചെയ്താൽ അവിടത്തെ കുഴി നോക്കിക്കേ, കണ്ട. കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടേച്ചും കുറെ ഷീറ്റും വിരിച്ചിട്ടേച്ചും പോയതാണ്. പിന്നെ ഇങ്ങോട്ട് അവർ ഒരു ഇതും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്തിനാണ് ഇവര്? ലിബീഷ, ഇത് തന്നെയാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. എങ്ങനെയുണ്ട് ചേട്ടാ വഴി നടന്നത്? മോശം. ഇപ്പൊ വീണ ഞാൻ അവിടെ ഇപ്പോൾ അവിടെ വീണനെ ഇതെല്ലാം അവിടെ കുഴിയിൽ ഭയങ്കര പാടാട്ടോ, ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് പോകാൻ. വണ്ടിയിൽ പോകുന്ന യാത്രക്കാർക്ക് പോലും ദുരിതമാണ്. അപ്പോൾ പിന്നെ നടന്നു പോകുന്ന മനുഷ്യരുടെ കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ഇതായി ഈ ഒരു കുഴിയാണ് ഇവർ പ്രധാനമായും പറഞ്ഞത്. ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള കുഴികൾ ഈ വഴിയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. പക്ഷെ അതൊന്നും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒപ്പം തന്നെ കാൽനട യാത്രക്കാര്, ഒപ്പം ഇരുചക്ര വാഹന യാത്രക്കാര്, കാർ യാത്രക്കാർ അവർ ഗ്ലാസ് താത്തിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവരുടെ മുഖത്തേക്ക് തന്നെ വെള്ളം ധരിക്കുന്ന നിലയിൽ തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത്. ചെളിവെള്ളം തന്നെ, അതായത് ഇവിടെ കുറെ സ്കൂളുകളും ഉൾപ്പെടെ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള സംഗതികളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. അവരുടെയൊക്കെ ഒരു യാത്ര എന്ന് പറയുന്നതും ഏറ്റവും ദുരിതപൂർണമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഇതിന് കഴിഞ്ഞ ദിവസം കളക്ടർ വന്നു, പക്ഷേ അത് ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കളക്ടർ ഇവിടെ വരണം, ഇവിടെ വന്ന് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇവരുടെ പരാതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേൾക്കാൻ തയ്യാറാകണം. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെന്നുള്ള ആവശ്യം, അത് ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യമായി തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്ന പദ്ധതിക്ക് ഇവരാരും തന്നെ എതിരല്ല. മറിച്ച് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. മറിച്ച് നിരവധിയായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ നടത്തേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ വരുമ്പോൾ ജനങ്ങളുടെ സാമാന്യ ജീവിതം തുടർന്നുകൊണ്ട് പോകാൻ പറ്റുന്ന നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അതുകൂടി കണക്കാക്കി വേണം ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യാൻ എന്നുള്ളതാണ്. പക്ഷെ ആ നിലയ്ക്കുള്ള ഒരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു കാര്യം. എന്തായാലും ഇതിന് തൊട്ടപ്പുറത്താണ് പഴയ മെയിൻ റോഡ് ഉള്ളത്. അവിടെ അതുവഴിയാണ് ദേശീയപാതയുള്ളത്. അതുവഴിയാണ് ഇപ്പോൾ അവിടേക്ക് യാത്ര അല്ലെങ്കിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത്രയും ഭാഗം ഈ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതിന് തൊട്ട് പുറകിൽ കാണുന്നത് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ഡ്രെയിനേജ് സംവിധാനമാണ്. പക്ഷേ ഇത് ഡ്രെയിനേജ് ആണോ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ബോധ്യവും ഉണ്ടാവില്ല. ഇവിടെ ഇതുവഴിക്ക് ആദ്യം വരുന്ന ആളുകൾ കുഴിയിൽ വീണില്ലെങ്കിൽ മാത്രമേ അത്ഭുതം എന്ന് പറയാനുള്ളൂ. കാരണം അത്രമാത്രം ദുരിതത്തിലൂടെ, അത്രമാത്രം ഒരു മോശപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഇവിടെ. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് ഇങ്ങനെ, പക്ഷേ വെയിലായി കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ നിലയ്ക്കല്ല, മറിച്ച് വെയിലായി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് തന്നെ അത് വെയിലായാലും മഴയായാലും ഇവിടെ ദുരിതം തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ ഒരു ദുരിതമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയേണ്ട ഇടങ്ങളിലെല്ലാം തന്നെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരേ കാര്യം പലപ്പോഴായി പറയുന്നത് മറ്റൊന്നും തന്നെ പറയാനില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ വീണ്ടും ഈ വിഷയം തന്നെ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഹൈവേ അത് ഒരു കേവലം ഒരു വഴി പ്രശ്നം മാത്രമായിട്ട് നമുക്ക് ചുരുക്കാൻ കഴിയില്ലെന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു ജനതയുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ആ പ്രശ്നം മാറിയിട്ടുണ്ട്. ഉയരപാതയുടെ നിർമ്മാണത്തിന് മുൻപും ശേഷവും എന്നുള്ള രീതിയിലേക്ക് അവരുടെ ജീവിതം അടയാളപ്പെടുത്തപ്പെട്ടു പോവുകയാണ്. അവരുടെ നിത്യജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു. അവർക്ക് കച്ചവടം നടക്കുന്നില്ല, വീട്ടിലേക്കുള്ള വഴി പോലും നിഷേധിക്കപ്പെടുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഒരു ജനതയുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്നതിൻ്റെ നേർചിത്രങ്ങളാണ് അവരുടെ പ്രതികരണങ്ങളായി എബി പങ്കുവച്ചത്.
തീർച്ചയായും ലിബീഷ്, ഈ ഭാഗത്തുള്ള 88ഓളം വരുന്ന കടകളാണ് ഈ ഒരു സാഹചര്യം കൊണ്ട് മാത്രം പൂട്ടിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ്. പല കടകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കാരണം അവർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ആളുകളൊന്നും തന്നെ എങ്ങനെയാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് സാധനം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടകളിലേക്ക് കയറാൻ കഴിയുക? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് കേവലം ഒരു വഴി പ്രശ്നമായിട്ടല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ ജീവിത പ്രശ്നം തന്നെയായി മാറുന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ കിടക്കുന്ന സാധനം ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇത്. ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തെ ഇപ്പൊ അല്പസമയം മുമ്പ് സംഭവിച്ചതാണ്. ഒരു വാഹനത്തിന്റെ ഒരു അടിത്തട്ടിന്റെ അല്പഭാഗമാണ് ഈ കിടക്കുന്നത്. സ്ഥിരമായി ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആ നിലയ്ക്കുള്ള സംഭവങ്ങളാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഇവർ പറയുന്നത് പോലെ തന്നെ ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം തന്നെ അത് തന്നെയാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം. കാരണം എപ്പോഴാണ് വണ്ടി അപകടത്തിൽപ്പെടുന്നത്? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇത് തന്നെയാണ് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. ഈ നിലയ്ക്ക് തന്നെയുള്ള സംഭവങ്ങളാണ് എന്തായാലും സ്ഥിരമായി ഇവിടെ തന്നെ ഉള്ളത്. ആ വണ്ടിയിൽ തള്ളിക്കയറ്റേണ്ട വരുമായിരിക്കും ഇനി. ചേട്ടാ, വണ്ടി ടയർ മാത്രം കറങ്ങുന്നതേ ഉള്ളൂ. ടയർ വെറുതെ കറങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് ഇവിടുത്തെ സ്ഥിരം പതിവ് കാഴ്ചയാണ് ലിബീഷ്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നേർചിത്രമായി കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് നിരന്തരം പറയേണ്ടി വരുന്നത് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല, ആളുകൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല, അവരുടെ നിത്യജീവിതത്തെ, കച്ചവടത്തെ, ജീവിതത്തെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നം മാറിയിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും അതിന് പരിഹാരമില്ലാതെ ഈ കാഴ്ചകൾ നിരന്തരം കാണിക്കേണ്ടി വരുന്നതുമാണ് ഈ അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അവരുടെ ദേഷ്യം, സങ്കടം, രോഷപ്രകടനം എല്ലാം തന്നെ വ്യക്തമാണ്. അത്രത്തോളം അവർ സഹികെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും ജനങ്ങളുടെ ഈ ദുരിതം ഏറി വരുന്നൊരു കാഴ്ചയാണ്. എബി, ഈ വീട്ടിലേക്കുള്ള വഴി എന്നതൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് ഒരു കാൽപ്പനിക അക്ഷരങ്ങളാൽ ചാലിച്ച് എഴുതാൻ പറ്റുന്ന ഒരു കവിതയൊക്കെയാണ്. പക്ഷേ ഇവിടെ വീട്ടിലേക്കുള്ള വഴി എന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. സ്വന്തം വീട്ടിലേക്കുള്ള വഴി നിഷേധിച്ച് എന്ത് വികസനമാണ് അവിടെ നടക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഇവർ പ്രധാനമായി ഇവർ പറയുന്നുണ്ട് ലിബീഷ്, ഒരിക്കലും തങ്ങൾ ഈ വികസന പരിപാടിക്ക് ഒരിക്കലും തങ്ങൾ എതിരല്ല. മറിച്ച് ഇത്തരത്തിലുള്ള വികസനങ്ങൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അത് ആ നിലയ്ക്കുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഇവർ ഈ വെക്കുന്ന ഈ ഒരു അപായ സൂചനയുണ്ടല്ലോ, അത് ഒരിക്കലും ഈ റോഡുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ മുൻകൈ എടുത്ത് ചെയ്തിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് കേരള വിഷൻ. അവർ മുൻകൈയെടുത്ത് ചെയ്തിട്ടുള്ള കാര്യമല്ല, മറിച്ച് ഇവിടെ ഈ കടയുമായി അല്ലെങ്കിൽ ഈ വഴിയോരത്തുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ നിർദ്ദേശപ്രകാരം, അവരുടെ തുടരെയുള്ള നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിലൊരു സൂചനാ ബോർഡെങ്കിലും ഇവിടെ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനമെങ്കിലും ഇവിടെ കൊണ്ട് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു മനസ്സ് അവർ കാണിച്ചത്. ഇത്രയും വലിയൊരു കുഴി ഇവിടെ ഉണ്ടായിട്ട് പോലും അതിലേക്കൊന്നും കടക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ അതിലേക്കൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ലിബീഷ് ചോദിച്ച കൃത്യമായ ചോദ്യം തന്നെയാണ്. ഈ സാധാരണ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് പിന്നെ എന്ത് വികസനം? സ്വന്തം വീട്ടിലേക്ക് പോലും നടന്നു കയറാൻ പറ്റാത്തത്ര ദുരിതത്തിലാണ് ഇവിടെയുള്ള ആളുകൾ എന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നിൽക്കുന്നത്. ഈ തുറവൂര് അരൂര് വഴിയിലുള്ള അതിന്റെ ഇരുവശങ്ങൾ, ഇതിന് തൊട്ടപ്പുറത്തും സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു ഭാഗത്തേക്ക് മാത്രം വൈറ്റിലയിൽ നിന്നും അരൂരേക്ക് പോകുന്ന, അല്ലെങ്കിൽ വൈറ്റിലയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു ഭാഗമാണ്. നേരെ അപ്പുറത്തെ വശം എന്ന് പറയുന്ന ആലപ്പുഴയിൽ നിന്നും വൈറ്റിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇതിനപ്പുറത്തും സമാനമായ രീതിയിലുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 88ഓളം കടകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അടച്ചുപൂട്ടി പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ചില കടകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ വാർത്ത കൊടുത്തപ്പോൾ അതിൽ ആ ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞ ഒരു കാര്യം, ഒരു മനുഷ്യൻ പോലും ഭക്ഷണം കഴിക്കാൻ പോലും വണ്ടി നിർത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും തന്നെ കയറുന്നില്ല, തങ്ങൾ ഇത് അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളോട് അവർ പ്രതികരണം നൽകിയത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്, ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക്
ശ്രദ്ധ കൊടുക്കുക. ആ ശ്രദ്ധ കൊടുക്കുന്നത് വരെ സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും തങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ്. ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഇത് വികസനത്തിന് എതിരായിട്ടുള്ളതല്ല, മറിച്ച് വികസനം വരുമ്പോൾ എന്തായാലും സാധാരണ ജനങ്ങളുടെ ജീവിതം കൃത്യമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഒരു തരത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഓടയുടെ നിർമ്മാണം അത് കൃത്യമായ രീതിയിൽ ഉയർത്തിലാക്കുക, റോഡ് അതനുസരിച്ച് ഉയർത്തുക. ഒരു ജനതയുടെ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആ പോരാട്ടത്തിനൊപ്പം കേരള വിഷൻ ന്യൂസ് എന്തായാലും ഉണ്ടാകും. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ തുറന്നു തന്നെയിരിക്കും. അധികാരികളുടെ മുന്നിലേക്ക് ഈ വിഷയം നിരന്തരം ഞങ്ങൾ എത്തിക്കുകയാണ്. ഒരു ജനതയ്ക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ആ പ്രശ്നം അധികാരികളുടെ മുന്നിലേക്ക് ഞങ്ങൾ നിരന്തരം മുന്നോട്ട് വയ്ക്കുകയാണ്.